ഇനി നമുക്ക് രണ്ടാം കാലം പാടാം. എങ്ങനെയാണ് പാടുക? ഒരടിയില് രണ്ട് സ്വരം. സാ പാടിയ സമയം കൊണ്ട് നമ്മള് സരിന്ന് പാടാം. എങ്ങനെയാണ്? സരി ഗമ പദ നീ സ സാ നി ധ പ മ ഗ രേ സ. ഒന്നുകൂടെ. സരി ഗമ പദ നീ സ സാ നി ധ പ മ ഗ രേ സ. ഇത് രണ്ടാം കാലം. ഇനി നമുക്ക് ഇതിന്റെ മൂന്നാം കാലം പാടാം. ഒന്നാം കാലത്തിൽ ഒരടിയിൽ ഒരു സ്വരമാണെങ്കിൽ രണ്ടാം കാലത്തിൽ ഒരടിയിൽ രണ്ട് സ്വരം നമ്മൾ പാടി. അപ്പം എങ്ങനെയായിരിക്കും? മൂന്നാം കാലത്തിൽ എത്ര സ്വരം വരും? 1 + 1 = 2, another one 2 + 2 = 4. 4 അക്ഷരം. അപ്പൊ എങ്ങനെ വരും? 1 2 3 4 വരും ഒരു അടിയിൽ. സരി ഗമ പദ നീ സ സാ നി ധ പ മ ഗ രേ സ. സരി ഗമ പദ നീ സ സാ നി ധ പ മ ഗ രേ സ. ഇതിനൊരു ഇമ്പോർട്ടൻസ് കൂടെ ഉണ്ട്. എന്താണ്? നമ്മൾ പാടുന്നത് മാത്രമാണ് ഫാസ്റ്റ് ആവുന്നത്. താളം സെയിം ലെവലിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒന്നാം കാലത്തിൽ നമ്മൾ ഒരു താളവട്ടം പാടാൻ താളവട്ടം കൊണ്ടാണ് നമ്മൾ സരിഗമപനിസ പാടിയത്. വീണ്ടും സരിഗമപനിസ വേറൊരു താളവട്ടം. പക്ഷെ രണ്ടാം കാലത്തിൽ നമ്മൾ അര താളവട്ടം കൊണ്ട് നമ്മൾ സരിഗമപനിസ പാടി, അര താളവട്ടം കൊണ്ട് സരിഗമപനിസ, ഒരു താളവട്ടം കൊണ്ട് നമ്മൾ സരിഗമപനിസയും സരിഗമപനിസയും പാടി. അപ്പം എങ്ങനെ വരും? മൂന്നാം കാലത്ത് പാടുമ്പോൾ നമ്മള് എന്താ പറയാ? അര താളവട്ടം കൊണ്ട് നമ്മൾ സരിഗമപനിസ സരിഗമപനിസ പാടുന്നു. അര താളവട്ടം 2 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഒന്നുകൂടെ നോക്കിയാലോ? സരിഗമ പദ നീ സ സാ നി ധ പ മ ഗ രേ സ. സരിഗമ പദ നീ സ സാ നി ധ പ മ ഗ രേ സ. മനസ്സിലായല്ലോ? ഇനി നമ്മൾ നാലാം കാലം പാടും. 1 2 3 4 കാലങ്ങളാണ് നമ്മൾ സാധന ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ നാലാം കാലത്തിൽ നമ്മൾ എങ്ങനെ വരും? 4 + 4 = 8. ഒരടിയിൽ നമ്മൾ 8 അക്ഷരകാലം വരും. അപ്പൊ വോയിസിന്റെ മോഡുലേഷൻ കൂട്ടി നമ്മൾ പാടും. സരിഗമ പദ നീ സ സാ നി ധ പ മ ഗ രേ സ. സരിഗമ പദ നീ സ സാ നി ധ പ മ ഗ രേ സ. സരിഗമ പദ നീ സ സാ നി ധ പ മ ഗ രേ സ. സരിഗമ പദ നീ സ സാ നി ധ പ മ ഗ രേ സ. അങ്ങനെ പാടുന്നു. വോയിസ് ആണ് ഫാസ്റ്റ് ആവുന്നത്. പാടുന്നത് താളം സെയിം ലെവലിൽ തന്നെ പോകും. അപ്പൊ ഒന്നുകൂടെ നോക്കിയാലോ? സരിഗമ പദ നീ സ സാ നി ധ പ മ ഗ രേ സ. സരിഗമ പദ നീ സ സാ നി ധ പ മ ഗ രേ സ. സരിഗമ പദ നീ സ സാ നി ധ പ മ ഗ രേ സ. സരിഗമ